നല്ല ക്രിസ്പി ആയതും പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് മുട്ട പപ്സ് വീട്ടിൽ ഉണ്ടാക്കാം കേട്ടോ. ആദ്യം ആവശ്യമുള്ള മുട്ട പുഴുങ്ങാൻ വെക്കാം. പിന്നെ മസാലയ്ക്ക് പച്ചമുളക് 3 2 വെളുത്തുള്ളി അല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എല്ലാം നന്നായിട്ട് ചതയ്ക്കണം. 2 ഇടത്തരം സവാള നീളത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള നന്നായിട്ട് വഴറ്റുക. വഴണ്ടു വരുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ചതച്ച മസാല ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. മസാലയുടെ പച്ചമണം മാറുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എല്ലാം നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. സവാള നല്ല സോഫ്റ്റ് ആവാനാണ്. 2 മിനിറ്റിന് ശേഷം 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പ് ഷീറ്റ് എടുത്തിട്ട് നടുവിൽ 1 സ്പൂൺ മസാല വെക്കാം. അതിൻ്റെ മുകളിൽ പുഴുങ്ങിയ മുട്ട കമിഴ്ത്തി വെച്ച് 4 ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത ഒരു ബേക്കിംഗ് ഡിഷിൽ നിരത്തി വയ്ക്കാം. ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഓരോന്നിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 180 പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയ മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്.